മലയാള സിനിമയിലെ ഈ അപ്രഖ്യാപിത വിലക്ക് പൃഥ്വിരാജിന് അന്ന് തിരിച്ചൊരു മടക്കം സാധ്യമാക്കിയത് അത്ഭുത ദ്വീപിലൂടെ താങ്കളാണ്. ആ ഒരു കടപ്പാട് പിന്നീട് പൃഥ്വിരാജ് പ്രബലനായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു. അത്ഭുത ദ്വീപ് എന്നുള്ള ചിത്രത്തിൽ ഞാൻ പക്രുവാണ്, 2.5 അടി പൊക്കമുള്ള പക്രുവാണ് നായകൻ എന്നും പറഞ്ഞ് ഞാൻ അനൗൺസ് ചെയ്തു. എന്നിട്ട് ഞാൻ അമ്പിളിച്ച ജഗതിച്ചേട്ടൻ്റെയും കൽപ്പനയുടെയും, കൽപ്പനയാണ് ഇന്നും കൽപ്പന മരിച്ചു എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തത്. അത് പൃഥ്വിരാജാണെന്ന് പറയേണ്ട വിനേട്ടൻ ജഗദീഷിൻ്റെയൊക്കെ ഒപ്പിട്ട് മേടിച്ചു. കാരണം ഭയങ്കര, ഇപ്പം കണ്ടില്ലേ പ്രിയനന്ദൻ്റെ ഭാഷ കേട്ടല്ലോ, പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ആ പടം നിർത്തിക്കളയുമെന്നാണ് പറഞ്ഞത്. 6 ദിവസം ഷൂട്ട് ചെയ്ത പടമാണ്. ഞാൻ റിട്ടേൺ എഗ്രിമെൻറ്റ് മേടിച്ചു ഈ താരങ്ങളുടെയൊക്കെ, ജഗതി ശ്രീകുമാർ, കൽപ്പന, ഈ പറയുന്ന ബിന്ദു പണിക്കർ, ഈ പറയുന്ന ഈ സംഘടന ഉള്ള താരങ്ങളുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് പറഞ്ഞത് ഇതിലെ നായകൻ പൃഥ്വിരാജ് കൂടെ ഉണ്ട്. കുറേ കുഞ്ഞന്മാരെ അവിടെ ദേഹത്ത് കയറ്റിയിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. മാറിയാൽ ഞാൻ കേസിന് പോകുമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട്, വലിയ നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം നടന്നു, അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ വിലക്ക് മാറിയത്. ഈ സത്യാവസ്ഥ എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ഒരു പടം ചെയ്തു പോയാൽ പിന്നെ അയാൾ വിലക്കെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പൃഥ്വിരാജിന് എനിക്ക് അനുകൂലമായിട്ടൊരു വാക്ക് പറയണം, പ്രസ്താവന നടത്തണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് വേറൊരു ലെവലിലോട്ട് പൃഥ്വി പോയല്ലോ. പക്ഷേ അയാൾ നിലപാടുള്ള ആളാണെന്ന് ഇന്ന് ഞാൻ പറയുന്നുണ്ട്. അയാൾക്ക് മറ്റ് പലരെക്കാട്ടിലും നിലപാടുകൾ പറയുന്ന ഒരാളാണെന്ന് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അല്ല, നിലപാടുണ്ട്, കാര്യം ഉറക്കെ സംസാരിക്കുന്നുമുണ്ട്. ഈ ഉറക്കെയുള്ള പ്രസ്താവനകൾക്കപ്പുറം ഇന്ന് മലയാള സിനിമയിൽ റോൾ എടുക്കാൻ സാധിക്കുന്ന ആളാണ് പൃഥ്വിരാജ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അന്നും സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉറച്ച സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിനപ്പുറം എന്തുകൊണ്ടാണ് ക്രിയേറ്റീവായിട്ട് പൃഥ്വിരാജ് ഒന്നും ചെയ്യാത്തത്? എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറയട്ടെ, 10 വർഷം സിനിമയും കളഞ്ഞ് ഈ വിലക്കിൻ്റെ പുറകെ ഒരു കോംപ്രമൈസിന് വന്നൊരു സോറി പറഞ്ഞാൽ തീരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോകാൻ തയ്യാറായില്ല. കാരണം എൻ്റെ നിലപാടിൻ്റെ പേരിൽ നിന്നു. പക്ഷെ ഞാൻ അനുഭവിച്ചത് ദുരന്തമാണ്. എൻ്റെ ഫാമിലി, എനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ മാനസിക പീഡനം, എൻ്റെ ഫാമിലി അനുഭവിച്ച പ്രശ്നം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലി കളഞ്ഞിട്ട് സിനിമയിലോട്ട് വന്നവനാ. ഞാൻ 3 സിനിമ ഒരു വർഷം ചെയ്യുന്ന സമയത്താണ് എന്നെ ഇവർ വിലക്കുന്നത്. എൻ്റെ മകനെന്ന് വിദേശത്ത് പഠിക്കുകയാണ്. ഞാൻ ഒത്തിരി ലോൺ എടുത്തിട്ട് വീട് വെച്ചു. ഞാൻ ഭയങ്കര പ്രശ്നത്തിലായി പോയില്ലേ. ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വസ്തുവൊക്കെ വിറ്റു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ 10,000 രൂപ ഉണ്ടെങ്കിലും ജീവിക്കാം, 1000 രൂപ ഉണ്ടെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു ഞാനൊരു കുട്ടനാട്ടുകാരാണ്. ഞങ്ങൾക്കൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആ വർഷം നല്ല വിളവാണ്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പാടത്ത്. ആ പാടം മടവീണ് പോയെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കണ്ണീരാണ്. അപ്പോൾ ഇത്തരമുള്ള ഒരു കുട്ടനാടൻ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളെന്നുള്ളതിലേക്ക് എനിക്കിതൊന്നും പ്രശ്നമല്ല. ഞാൻ ഈ സിനിമയുടെ വലിയ ഗ്ലാമറോ അല്ല ഇതിനകത്തൊന്നും. പക്ഷേ ദൈവം എനിക്ക് തന്നു, ഞാനിന്ന് ജീവിക്കുന്ന സിനിമ തന്ന കാശ് കൊണ്ട് തന്നെയാണ്. പക്ഷേ എൻ്റെ നിലപാട് ഞാൻ മാറ്റത്തില്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞൊരു സോറിക്ക് പോലും പോകാതെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ദുരന്തം അനുഭവിച്ചത്. അങ്ങനെ പോകണമെന്നല്ലാരും ഇന്ന് ഓരോ നടന്മാരുടെ അവസ്ഥ എന്താ, അവരൊക്കെ വലിയ അത്തരം ദുരന്തം അനുഭവിച്ച മറ്റാരൊക്കെയുണ്ട്? ഇപ്പോൾ തിലകൻ്റെ പേര് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ സമയത്ത് വന്ന് കുറേ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. മറ്റാരൊക്കെ ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്? ചിലരൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഏതാ അത് ചിലപ്പം ഈ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ വേറെ സിനിമ ഇട്ടിട്ട് പോയിട്ടുണ്ട്. പ്രിയനന്ദൻ്റെ ഒരു ദുരന്തം തന്നെയാണ്. പൃഥ്വിരാജിനെ കണക്കും കാവ്യ കണക്കുള്ള ഒരാളുടെ ഒരു പടം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ള ഒരു ദുരന്തം തന്നെയാണ്. അദ്ദേഹമൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കലാകാരന്മാരാണ്. ചിലപ്പോൾ ആ പടം നടന്നിരുന്നെങ്കിൽ, അയാളുടെ അതൊരു വലിയ പേര് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് വേറൊരു തലമായിരുന്നേനെ.